വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നുണ്ട്. 3-4 ജില്ലകളുടെ ചുമതല QIP DD-മാർക്ക് നൽകി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തലത്തിൽ ഒരു സേഫ്റ്റി സെൽ രൂപീകരിച്ചു. ഇത് പൊതുജനങ്ങൾക്ക് പരാതികളോ അറിയിപ്പുകളോ നൽകാൻ ഒരു വാട്സാപ്പ് നമ്പർ രജിസ്റ്റർ ചെയ്ത് പൊതുജനങ്ങളെ അറിയിക്കും. PTA, വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ എന്നിവർക്ക് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കാം. നിലവിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ജൂലൈ മാസം 31 ഉന്നതതല യോഗം വീണ്ടും ചേരും. ആഗസ്റ്റ് 7 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, കളക്ടർമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവരുടെ യോഗം ചേരും. തേവലക്കര ഗവൺമെന്റ് ബോയ്സിലെ ദാരുണ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലെ പ്രഥമ അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ആയിരത്തി 1958 കേരള വിദ്യാഭ്യാസ ആക്ട് സെക്ഷൻ 14 അടിസ്ഥാനത്തിൽ ഏതെങ്കിലും എയ്ഡഡ് വിദ്യാലയത്തിൻ്റെ മാനേജർ ഈ ആക്ടിന് കീഴിലോ അല്ലെങ്കിൽ അതിന് കീഴിലുണ്ടാക്കിയ ചട്ടങ്ങളിലോ ചുമത്തപ്പെട്ട കൃത്യങ്ങളിൽ വല്ലതും നിർവഹിക്കുന്നതിൽ ഉപേക്ഷ കാണിച്ചിട്ടുണ്ടെന്നും പൊതു താൽപ്പര്യം മുൻനിർത്തി 5 വർഷത്തിൽ കഴിയാത്ത കാര്യത്തിൽ പ്രസ്തുത വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുന്നത് ആവശ്യമാണെന്ന് ഗവൺമെൻറ് തോന്നുമ്പോഴെല്ലാം നിർദ്ദിഷ്ട കാര്യങ്ങൾക്ക് എതിരായ കാരണം ബോധിപ്പിക്കുവാൻ ന്യായമായ ഒരു അവസരം മാനേജർമാർക്കും ഏതെങ്കിലും വിദ്യാഭ്യാസ ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസികൾക്ക് നൽകുകയും ഏതെങ്കിലും കാരണം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഗണിച്ച ശേഷം പൊതുതാൽപര്യാർത്ഥം ആ കാര്യത്തേക്ക് അങ്ങനെ ഏറ്റെടുത്ത് ആവശ്യമാണെന്ന് ബോധ്യമായാൽ ഗവൺമെൻറ്റിന് അങ്ങനെ ചെയ്യാവുന്നതാണ്. തേവലക്കര സ്കൂളിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. KER ചാപ്റ്റർ 3(9) പ്രകാരം ഉള്ള കടമകൾ നിർവഹിക്കാത്തത് കൊണ്ട് 7 പ്രകാരം മാനേജർ നടപടിക്ക് അർഹനാണ്. ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ അധികാരപരിധിയിലുള്ള ഗേൾസ് ഹൈസ്കൂൾ അതെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. തേവലക്കര ബോയ്സ് ആൻഡ് മാനേജ്മെന്റിന്റെ അധീനതയിലുള്ള HS ഫോർ ബോയ്സ് തേവലക്കരയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മാസ്റ്റർ മിഥുനം എന്ന കുട്ടി ക്ലാസ് മുറിക്ക് സമീപമുള്ള സൈക്കിൾ ഷെഡിന്റെ മുകളിൽ വൈദ്യുതാഘാതം മൂലം 2025 ജൂലൈ 17 മരണപ്പെട്ട വിഷയത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് അപകടത്തിന് വഴിതെളിച്ച സാഹചര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. 2025-26 അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ QIP 1-95-20/25 തീയതി 3/5/2025 സർക്കുലർ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം എല്ലാ സ്കൂളുകളിലേക്ക് അയച്ചു നൽകിയിട്ടുള്ളതാകുന്നു. സ്കൂൾ പ്രവർത്തന സമയത്തിന് മുൻപായി കുട്ടികൾ സ്കൂൾ പരിസരത്ത് എത്തുന്നതായി കണ്ട സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും പ്രഥമാധ്യാപകരുടെയും ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായതിൽ സ്കൂൾ നിലവിലുള്ള മാനേജർ മാനേജ്മെന്റിന്റെയും വിശിഷ്യ ശ്രീ R തുളസീധരൻ പിള്ളയുടെയും ഭാഗത്തു നിന്നും ഗുരുതരമായ കൃത്യവിലോപനം, അലംഭാവവും സ്കൂൾ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഉണ്ടായതായി ബോധ്യപ്പെടുകയും മാനേജർ എന്ന നിലയിൽ ഭരണഘടന അനുശാസിക്കും പ്രകാരമുള്ള ചുമതലകൾ വഹിക്കുന്നതിൽ മേൽപ്പടിയാന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായതായി പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിനാലും KER അധ്യായം 3 ചട്ടം 9 പ്രകാരം എയ്ഡഡ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും വകുപ്പ് സമയങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ ക്രമീകരണങ്ങൾ നടത്തുന്നതിൽ മാനേജറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി ബോധ്യപ്പെട്ടതിനാലും
KER അധ്യായം 3 ചട്ടം 7 പ്രകാരം മേൽപ്പടിയാളെ മാനേജർ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാതിരിക്കുവാൻ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോധിപ്പിക്കുവാൻ പരാമർശം 1 പ്രകാരം കൊല്ലം വിദ്യാഭ്യാസ ഉപഡയറക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. സ്കൂൾ മാനേജർ പരാമർശം 2 പ്രകാരം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭ്യമാക്കിയിരുന്നു. ആയത് വിശദമായി പരിശോധിച്ചതിൽ നിന്നും സ്കൂൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മാനേജർ എന്ന നിലയിൽ മനഃപൂർവമായ വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും കഴിയുന്നത്ര കൃത്യതയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതിന് ശ്രമിച്ചിട്ടുള്ളതെന്നുമാണ് ബോധിപ്പിച്ചിട്ടുള്ളത്. മേൽപ്പടിയം സമർപ്പിച്ച മറുപടിയിൽ ആരോപണങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ലഭ്യമാക്കിയിട്ടില്ല. ആയതിനാൽ കേരള വിദ്യാഭ്യാസ നിയമം അധ്യായം 3 ചട്ടം 7 പ്രകാരം ശ്രീ R. തുളസീധരൻ പിള്ളയെ തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂൾ മാനേജർ സ്ഥാനത്ത് നിന്നും അയോഗ്യനായി പ്രഖ്യാപിച്ചുകൊണ്ടും പുതിയ മാനേജർ നിയമിക്കുന്നതുവരെ സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിനായി തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ താൽക്കാലിക മാനേജറായി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ചുമതല നൽകിക്കൊണ്ടും കൊണ്ടുള്ള തീരുമാനം ആയിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയും ഒരു കടുത്ത നടപടി അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ഉത്തരവ് മാനേജർ അയോഗ്യനാക്കിയിട്ട് ആ മാനേജറുടെ സ്ഥാനത്തേക്ക് DEO ചുമതലപ്പെടുത്തുകയാണ്. സ്കൂൾ സർക്കാരാണ് DEOയുടെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടത്തുന്നത്. ഇപ്പോൾ വരുന്നവരെ എന്ന് പറഞ്ഞിട്ടില്ല, DEOയ്ക്ക് ചുമതല കൊടുത്തിരിക്കുന്നു. അത് എത്ര നാൾ വേണേൽ പോകാം. അപ്പോൾ അവർ നമ്മൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ റാറ്റിഫൈ ചെയ്ത് പരിഹരിച്ച് അതിന് അപേക്ഷ നൽകിയാൽ അപ്പോഴും ആലോചിക്കും. എല്ലാ ആക്ടിവിറ്റീസും DEO ആയിരിക്കും നടത്തുന്നത്. എല്ലാം DEOയുടെ ഇപ്പം DEO ആണല്ലോ. അവിടെ മാനേജ്മെന്റിന്റെ കമ്മിറ്റി ഇല്ല. സർക്കാർ ഫണ്ടിൽ നിന്നല്ല, അവിടുത്തെ മാനേജ്മെന്റിന്റെ ഫണ്ടുണ്ട്. ആ ഫണ്ടിൽ തന്നെ ചെലവഴിക്കും. അതൊന്നും സമയം നിശ്ചയിച്ച് നൽകേണ്ട കാര്യമില്ല. അതിനു വേണ്ടിയല്ല നടപടി എടുത്ത് അവരങ്ങ് ചെയ്യണം. DEOയ്ക്കല്ലേ ചുമതല കൊടുത്തത്. മാനേജർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും DEO ചെയ്യും. എന്താ ആവശ്യമില്ലാത്ത ചോദ്യം? എന്താ ഒന്നുകൂടെ പറ.